കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ സംസ്ഥാനത്ത് വേരുറപ്പിക്കുമ്പോൾ കൊലപാതക പരമ്പരകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. അതിക്രമ സംഭവങ്ങളിൽ പോലും പോലീസ് നോക്കുകുത്തിയാകുകയാണ്. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര റിപ്പോർട്ടുമായി കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇടുക്കി ഇരട്ടയാറിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്ന കേസിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ അറസ്റ്റിൽ. ഇരട്ടയാർ സ്വദേശി ജോസ്മോന്റെ 93 വയസ്സുള്ള അമ്മയുടെ മാലയാണ് അപഹരിക്കപ്പെട്ടത്. വീട്ടിൽ ജോലിക്ക് നിന്നവരാണ് മോഷ്ടാക്കൾ. ഇന്നലെ പുലർച്ചെയാണ് മോഷണം നടന്നത്. ജോമസിന്റെ ഭാര്യ പുലർച്ചെ പള്ളിയിൽ പോയ തക്കം നോക്കിയാണ് വീട്ടിലെ ജോലിക്കാരനായ മദൻലാൽ ഉള്ളിൽ കടന്നത്. കട്ടിലിൽ കിടക്കുകയായിരുന്ന ജോമസിന്റെ അമ്മയുടെ കഴുത്തിൽ നിന്നും 4 പവൻ തൂക്കം വരുന്ന മാല ഇയാൾ പൊട്ടിച്ചെടുക്കുകയായിരുന്നു. തുടർന്ന് മദൻലാലും ഭാര്യയും മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പള്ളിയിൽ നിന്നും തിരികെ എത്തിയ ജോമസിന്റെ ഭാര്യ മേരി അമ്മയുടെ കഴുത്തിൽ മാല കാണാഞ്ഞതിനെ തുടർന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്ന വിവരം പുറത്തറിയുന്നത്. ഇരുവരും മതിൽ ചാടി രക്ഷപ്പെടുന്നതും CCTVയിൽ പതിഞ്ഞിരുന്നു. ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരം അറിയിച്ചു. പിന്നീട് പരിശോധന നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് CCTV കണ്ടു. ഇവര് ഇവിടുത്തെ ഹിന്ദിക്കാരൻ 2 മാസമായിട്ട് ഇവിടെ താമസിക്കുന്ന ഹിന്ദിക്കാരൻ ഫ്രണ്ടിലെ വാതിൽ അത് വൈഫ് പള്ളിയിൽ പോകാൻ നേരത്തെ ലോക്ക് തുറന്നിട്ട് ചുമ്മാ ചാരിയിട്ടിരിക്കുകയായിരുന്നു. അതിലെ അകത്ത് കയറുന്നതും പിന്നെ ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതും. പിന്നെ മറ്റു വിഷ്വൽസൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇവനെ മതിൽ ചാടി ഭാര്യയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി പോകുന്നതായിട്ടാണ്. അപ്പം സ്റ്റേഷനിൽ അറിയിക്കുകയും പിന്നീട് എനിക്ക് ശാരീരിക പ്രയാസമുള്ളതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റിയത്. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ പുളിയൽമല റോഡിൽ നിന്നും ഇരുവരെയും പിടികൂടി. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ വൻ കഞ്ചാവ് വേട്ട. 1.5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികൾ പിടിയിൽ. ഒഡീഷ ഖനിപ്പൂർ സ്വദേശി രമേശ്, ബാരിക് ബാങ്കോയി സ്വദേശി ആകാശ്, ബാലിയാർ സിംഗ് എന്നിവരാണ് പിടിയിലായത്. വെള്ളിപ്പറമ്പ് 5-ാം മൈലിൽ വെച്ചാണ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി 2 പേരെ പിടികൂടിയത്. കോഴിക്കോട് സിറ്റി ഡാൻസ് ഓഫും മെഡിക്കൽ കോളേജ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മെഡിക്കൽ കോളേജ്, വെള്ളിപ്പറമ്പ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് യുവാക്കളെയും അതിഥി തൊഴിലാളികളെയും ലക്ഷ്യമിട്ട് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഒഡീഷയിൽ നിന്നുമാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത്. ഒഡീഷയിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് കൊണ്ടുവന്ന് ആവശ്യക്കാരെ കണ്ടെത്തി ചെറിയ പൊതികളിലാക്കി വിതരണം ചെയ്യുന്നതാണ് പിടിയിലായവരുടെ രീതി. അതിഥി തൊഴിലാളികളേറെയുള്ള കുറ്റിക്കാട്ടൂർ, വെള്ളിപ്പറമ്പ് ഭാഗങ്ങൾ ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയായിരുന്നു. പകൽ സമയങ്ങളിൽ ജോലിക്ക് പോവുകയും പുലർച്ചെയും രാത്രികാലങ്ങളിലും കഞ്ചാവ് വിൽപ്പന നടത്തിയും ആർക്കും സംശയം വരാത്ത വിധത്തിലാണ് ഇവർ താമസിച്ചിരുന്നത്. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 4 ലക്ഷത്തോളം രൂപ വില വരും. ഡാൻസ് ഓഫ് ടീമിന്റെ ഈ മാസത്തെ 5ാമത്തെ വലിയ ലഹരിവേട്ടയാണിത്. ജനം, കോഴിക്കോട്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ MDMA പിടികൂടി. സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. എക്സ്റേ പരിശോധനയിൽ MDMA കണ്ടെത്തിയതിനെ തുടർന്ന് കൂടുതൽ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തിയെങ്കിലും MDMA കണ്ടെത്താനായില്ല. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതിമാരക ലഹരി വസ്തുവായ MDMA കഴിഞ്ഞ ദിവസം ഷാഡോ പോലീസ് പിടികൂടിയിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ട്രെയിനിലൂടെ കടത്തിക്കൊണ്ടുവന്ന ലഹരി വസ്തുക്കളുമായി വർക്കല സ്വദേശികളായ മുഹമ്മദ് അഫ്നാൻ 24, മുസ്തീൻ 23 എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലദ്വാരത്തിൽ ലഹരി വസ്തു ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് സംശയിച്ച് ഇരുവരെയും വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പരിശോധനയിൽ മുഫ്തിന്റെ മലദ്വാരത്തിൽ നിന്ന് 28 ഗ്രാം MDMA കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. മുഹമ്മദ് അഫ്നാന്റെ മലദ്വാരത്തിൽ എക്സ്റേ പരിശോധനയിൽ MDMA കണ്ടെത്തിയിരുന്നു. MDMA കണ്ടെത്തിയത് ഡോക്ടർ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ
ഇയാൾ അത് ഉള്ളിലോട്ട് തിരികെ കയറ്റുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി പരിശോധന നടത്തിയെങ്കിലും MDMA കണ്ടെത്താൻ സാധിച്ചില്ല. ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സമയത്ത് സ്വയമേ MDMA കളഞ്ഞതാകാം എന്നാണ് പോലീസ് ഭാഷ്യം. അഫ്നാനെതിരെ ഇതിനു മുമ്പും നിരവധി ലഹരി കേസുകൾ നിലവിലുണ്ട്. ഇയാൾ കൂടുതലായും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടത്തുന്നത്. ജനം, തിരുവനന്തപുരം. 14-കാരിയെ വീട്ടിൽ കയറി മർദ്ദിച്ച 52-കാരൻ അറസ്റ്റിൽ. കൊല്ലം ചടയമംഗലത്താണ് സംഭവം. അയ്യപ്പൻമുക്ക് കണ്ണങ്കോട് സ്വദേശി ശ്രീകുമാറാണ് അറസ്റ്റിലായത്. കുട്ടിയുടെ കുടുംബത്തോടുള്ള മുൻ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണം. ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് വീടിന്റെ മുറ്റത്തു നിൽക്കുകയായിരുന്ന 9-ാം ക്ലാസ്സുകാരിയെ മദ്യപിച്ചെത്തിയ ശ്രീകുമാർ മർദ്ദിച്ചത്. കുട്ടിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് മർദ്ദിക്കുകയും നിലവിളിച്ചപ്പോൾ വായ പൊത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തുകയും തറയിൽ തള്ളിയിടുകയും ചെയ്തു. കുട്ടി നിലവിളിക്കുന്നതിനിടയിൽ അതുവഴി വന്ന എക്സൈസ് വാഹനം കണ്ട് പ്രതി ഓടി രക്ഷപ്പെട്ടു. മാതാവ് ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തിയ കുട്ടിയെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 16-ാം തീയതി അന്ന് ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി കൊച്ചൊറ്റയ്ക്ക് ഇവിടെ നിന്ന് പല്ല് കഴിക്കുന്നതുകൊണ്ട് ഇറങ്ങി വരികയും അങ്ങനെ ഇയാളെ വരുത്തം കണ്ടുകൊണ്ട് മോള് പേടിച്ച് അകത്തോട്ട് ഓടാൻ ശ്രമിച്ചു. അങ്ങനെ ഓടി കയറി വന്ന് വായിൽ ഉമ്മാന്ന് വിളിച്ചുകൊണ്ട് അകത്തോട്ട് ഓടാൻ ശ്രമിച്ച സമയത്ത് വായിൽ പൊത്തിപ്പിടിച്ച് മുടിയിൽ ചുറ്റിപ്പിടിച്ച് അടിക്കുകയും തള്ളിയിടുകയും തള്ളിയിടുന്ന സമയത്ത് അവൾ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് നിന്നെ ആരുടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് അപ്പോൾ ഇതിൽ എക്സൈസിൻ്റെ വണ്ടിയിലെ ഹോൺ അടിച്ചുകൊണ്ട് വരുന്ന കണ്ട് അവൻ നോക്കിയപ്പോഴത്തേക്ക് പോലീസിൻ്റെ വണ്ടി പോലെ തോന്നി അവൻ അപ്പോഴേ കയറി ഓടിക്കളയാണ് ചെയ്തത്. പിന്നെ അന്നത്തെ ദിവസം കൊച്ചു പറഞ്ഞില്ല, വൈകുന്നേരം തൊട്ടൊരു ഛർദിലും തലവേദനയെന്ന് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളായിരുന്നു. അപ്പം ഞാനത് ചെറിയ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങ് പോയിരുന്നു. തള്ളേരെടുത്ത് ജോലി ചെയ്യുന്ന സ്ഥലത്തുകൊണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ തള്ളേരെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ്. 1 മാസത്തിനു മുമ്പ് കുട്ടിയെയും സഹോദരിയെയും ശ്രീകുമാർ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ കുടുംബം ചടയമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ശ്രീകുമാർ കുട്ടിയെ മർദ്ദിച്ചത്. മാതാപിതാക്കളുടെ പരാതിയിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. തുടർന്ന് പ്രതിയെ വീട്ടിലെത്തി പിടികൂടുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. തിരുവനന്തപുരം നെടുമങ്ങാട് പണയം വയ്ക്കാൻ ശ്രമിച്ച 2 പേർ പോലീസ് പിടിയിൽ. പാങ്ങോട് സ്വദേശി ഇർഷാദ്, സുഹൃത്ത് നീന എന്നിവരാണ് പിടിയിലായത്. ഇരുവരും നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. പാങ്ങോട് സ്വദേശി ഇർഷാദും സുഹൃത്ത് നീനയും കുരിയാത്തി ജംഗ്ഷനിൽ ലക്ഷ്മി ഫിനാൻസ് എന്ന സ്വർണ്ണ പണയ സ്ഥാപനത്തിലെത്തി. സ്വർണ്ണവള പണയം വെക്കാനെന്ന വ്യാജേനയാണ് ഇരുവരും എത്തിയത്. വള നൽകി 40,000 രൂപ ആവശ്യപ്പെട്ടു. എന്നാൽ വള ഉരച്ചു നോക്കിയപ്പോൾ സംശയം തോന്നിയ ഫൈനാൻസ് ഉടമ ആധാർ രേഖ ആവശ്യപ്പെട്ടതോടെ ഇരുവരും ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നാലെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കള്ളനോട്ട്, വ്യാജചാരായം, മുക്കുപണ്ടം പണയം വെപ്പ്, കഞ്ചാവ് വിൽപ്പന തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് ഇർഷാദ്. ഇരുവരെയും അറസ്റ്റ് വലിയമല പോലീസ് രേഖപ്പെടുത്തി. ജനം, തിരുവനന്തപുരം. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതി KD പ്രതാപന്റെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളി. കല്ലൂർ PMLA കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നുവെന്നും കോടതി. നിക്ഷേപ തട്ടിപ്പ് കേസിലാണ് ED പ്രതാപനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 4 മുതൽ റിമാൻഡിൽ തുടരുകയാണ് പ്രതാപൻ. നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കുറ്റപത്രം സമർപ്പിച്ചതിനാൽ വിചാരണ കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശിച്ച് കേസ് തീർപ്പാക്കുകയായിരുന്നു. 1600 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ED കണ്ടെത്തിയിരിക്കുന്നത്.
പ്രതാപൻ, ഭാര്യ ശ്രീന തുടങ്ങി കമ്പനിയുടെ ലീഡർമാർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുകയാണ്. കോടതിയിൽ അന്വേഷണ സംഘത്തിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL ചന്ദ്രേശനും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷും ഹാജരായി. 2024 ഓഗസ്റ്റിലാണ് ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. 11,500 പേജുള്ള കുറ്റപത്രത്തിൽ ഹൈറിച്ച് ഉടമ KD പ്രതാപനും ഭാര്യ ശ്രീനയും അടക്കം 37 പ്രതികളാണുള്ളത്. കമ്പനിയുടെ 15 പ്രൊമോട്ടർമാരും പ്രതികളായിരുന്നു. 277 കോടി രൂപയുടെ സ്വത്തുക്കളും ED കണ്ടുകെട്ടിയിട്ടുണ്ട്. ജനം, കൊച്ചി. കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. തൃശൂർ സ്വദേശിയിൽ നിന്നും 24 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. കേസിൽ പേരമ്പ്ര സ്വദേശികളായ 2 യുവാക്കൾ പിടിയിലായി. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സൈബർ തട്ടിപ്പുകൾ തുടർക്കഥയാവുകയാണ്. $24 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഇൻഫോ പാർക്ക് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ട്രേഡിംഗ് ആപ്പ് വഴിയായിരുന്നു തട്ടിപ്പ്. നൌഷാദ്, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത്. ചാറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പ്രതി ട്രേഡിംഗ് ആപ്പിൽ പണം നിക്ഷേപിച്ചാൽ വൻതുക ലാഭം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ ഡിസംബർ 10 മുതൽ 27 വരെയുള്ള കാലത്ത് വിവിധ ട്രാൻസാക്ഷനുകളിലായി 24,25,866 രൂപ പ്രതിയുടെ വിവിധ അക്കൗണ്ടുകളിലൂടെയും UPI ഐഡികൾ വഴിയും തട്ടിയെടുത്തെന്നാണ് പരാതി. വാങ്ങിയ പണമോ ലാഭവീതമോ നൽകാതെ വഞ്ചിച്ചതിനാണ് കേസ്. ഭാരതീയ ന്യായ സംഹിതയിലെ 316(2), 318(4) വകുപ്പുകൾ പ്രകാരമാണ് കേസ്. 1 കോടി രൂപ തട്ടിയ കേസിൽ കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാൾ സ്വദേശിയായ അധ്യാപികയെ ഇൻഫോ പാർക്ക് പോലീസ് പിടികൂടിയിരുന്നു. ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയത്. ഇൻഫോ പാർക്ക് കമ്പനിയെ കബളിപ്പിച്ചായിരുന്നു 1 കോടി രൂപ തട്ടിയത്. സുതപ മിശ്ര ചറ്റർജിയായിരുന്നു അന്ന് പിടിയിലായത്. ഡീറ്റെയിൽ തട്ടിപ്പുകളിലൂടെ പണം തട്ടിയ കേസിൽ ഡിസംബറിൽ മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് മുസിൻ, മിസ്കാബ് KP എന്നിവരായിരുന്നു അറസ്റ്റിലായത്. കാക്കനാട് സ്വദേശിയുടെ പരാതിയിലായിരുന്നു അറസ്റ്റ്. ജനം, കൊച്ചി. തൃശൂരിൽ 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. ചേലക്കര വെങ്ങനല്ലൂർ വില്ലേജ് ഓഫീസർ PK ശശിധരനെയാണ് വിജിലൻസ് സംഘം പിടികൂടിയത്. ഭൂമിയുടെ ഫെയർ വാല്യൂ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ അപേക്ഷയിന്മേൽ റിപ്പോർട്ട് നൽകാനാണ് 5,000 രൂപ കൈക്കൂലി വാങ്ങിയത്. പരാതിക്കാരൻ തന്റെ സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ തിരുത്തുന്നതിനായി RDO ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് സ്ഥലപരിശോധനയ്ക്കായി വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസിലെത്തിയപ്പോൾ വില്ലേജ് ഓഫീസർ ശശിധരൻ റിപ്പോർട്ട് നൽകുന്നതിന് പകരമായി 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യ ഗഡുവായി 5,000 രൂപ നൽകണമെന്നും വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു. ഇതോടെ പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് DYSP ജിം പോളിനെ വിവരമറിയിക്കുകയായിരുന്നു. വിജിലൻസിന്റെ നിർദ്ദേശാനുസരണം ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ടുകൾ കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം വില്ലേജ് ഓഫീസറെ കൈയോടെ പിടികൂടുകയായിരുന്നു. ജനം, തൃശൂർ. ഗുരുവായൂരിൽ തുളസിത്തറയെ അധിക്ഷേപിച്ച വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതിനായി മുനിസിപ്പാലിറ്റി നോട്ടീസ് നൽകി. നാഷണൽ പാരഡൈസ് ഹോട്ടൽ ലൈസൻസ് റദ്ദു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. തുളസിത്തറയെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചാവക്കാട് അകലാട് സ്വദേശിയായ ചില്ലിക്കൽ വീട്ടിൽ 48-കാരനായ അബ്ദുൽ ഹക്കീം എന്നയാൾക്കെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇയാൾ 25 വർഷത്തോളമായി മാനസിക രോഗത്തിന് ചികിത്സ തേടുന്ന വ്യക്തിയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. മാനസിക വൈകല്യമുള്ള വ്യക്തിക്ക് ഗുരുവായൂർ നഗരസഭ ഹോട്ടൽ ലൈസൻസ് അനുവദിച്ച സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് BJP നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള നാഷണൽ പാരഡൈസ് എന്ന ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നോട്ടീസ് മുനിസിപ്പാലിറ്റി ഹോട്ടലിന് മുന്നിൽ പതിച്ചിട്ടുണ്ട്. ഹോട്ടലിന്റെ ലൈസൻസ് ഉടനെ റദ്ദാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. 2024-25 വർഷത്തിൽ ഹോട്ടലിന്റെ ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്നും നോട്ടീസിൽ പറയുന്നു. ജനം, തൃശൂർ. കൊല്ലം ഏരൂരിൽ കുഴിച്ചിട്ട കാട്ടുപന്നിയുടെ ജഡം ഇറച്ചിയാക്കിയ ആൾ പിടിയിൽ. ഏരൂർ വിളക്കുംപാറ സ്വദേശി ജോബിൻ ജോസഫാണ് വനം വകുപ്പിന്റെ പിടിയിലായത്. കേസിലെ മറ്റൊരു പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ കാർഷിക വിളകൾ നശിപ്പിച്ച കാട്ടുപന്നികളെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി വെടിവെച്ച് കൊന്ന് കുഴിച്ചുമൂടിയിരുന്നു. അങ്ങനെ കുഴിച്ചുമൂടിയ കാട്ടുപന്നിയുടെ ജഡമാണ് പ്രതികൾ മണ്ണു തുരന്നെടുത്ത് ഇറച്ചിയാക്കിയത്. ആദ്യം പന്നിയെ കുഴിച്ചുമൂടാൻ നേതൃത്വം നൽകിയതും പ്രതികളായ ജോബിൻ ജോസഫും സുഹൃത്ത് കറുപ്പയ്യ സുരേഷുമായിരുന്നു.
രാത്രിയോടെ ഇവർ വീണ്ടും കുഴി തുരന്ന് ജഡം പങ്കിട്ടെടുത്തു. വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കുഴിച്ചിട്ട സ്ഥലത്തെ പരിശോധനയിൽ പന്നിയുടെ അവശിഷ്ടങ്ങൾ മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ. പിന്നീട് ജോബിൻ ജോസഫിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇറച്ചി കണ്ടെത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജോബിൻ ജോസഫിനെ ഇറച്ചിയുമായി വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്തു. ജോബിന്റെ സുഹൃത്തായ കറുപ്പയ്യ സുരേഷിനെ പിടികൂടാനായില്ല. അറസ്റ്റിലായ പ്രതിയെ പന്നിയെ കുഴിച്ചിട്ട സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ പ്രതി ബംഗ്ലാദേശ് പൗരൻ ഷരീഫുൽ ഫക്കീറിനെ കോടതി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ജനുവരി 29 വരെയാണ് കസ്റ്റഡി അനുവദിച്ചത്. നിലവിൽ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിയെ ഭദ്ര കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അന്വേഷണത്തിൽ പുരോഗതിയുണ്ടെന്നും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നും പോലീസ് അപേക്ഷ നൽകിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ജനുവരി 19-നാണ് പ്രതിയെ പിടികൂടിയത്. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള പരിശോധന ശക്തമാക്കി ഡൽഹി പോലീസ്. വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് പിടിയിലായ 10 പേരെ കൂടി ബംഗ്ലാദേശിലേക്ക് നാട് കടത്താൻ നടപടി ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. പരിശോധനയിൽ കണ്ടെത്തുന്ന മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരെയും ബംഗ്ലാദേശിലേക്ക് അയക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കി. ഡൽഹിയിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള പ്രത്യേക പരിശോധന തുടരുകയാണ്. ഇതിനിടെ പിടിയിലായ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്ന സംഘത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും രാത്രികാലങ്ങളിലാണ് പരിശോധന കർശനമായി നടത്തുന്നതെന്നും വെസ്റ്റ് ഡൽഹി DCP വിചിത്ര വീർ പറഞ്ഞു. വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് അടുത്തിടെ പിടിയിലായ 10 അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗത്ത് വെസ്റ്റ് ജില്ലയിൽ നിന്ന് ഇതുവരെ 40 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുടെ നിർദ്ദേശപ്രകാരമാണ് വിവിധ സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധന. ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരും റോഹിംഗ്യൻസും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നും പ്രത്യേക പരിശോധനയിൽ പിടിയിലാവുന്ന മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരെയും ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള സംയുക്ത പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. ചൊക്രാമുടി കയ്യേറ്റത്തിൽ സർക്കാരിനെതിരെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമാക്കിയിട്ടും നടപടി വൈകുന്നത് പ്രതിഷേധാർഹമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും ശക്തമായ നിലപാടുണ്ടാകുമെന്നും ഡീൻ പറഞ്ഞു. വിഭാഗം അതിൻ്റെ അന്വേഷണ ചുമതലക്കാരനായിട്ടുള്ള IG സേതുരാമൻ നൽകിയതായ റിപ്പോർട്ട് വളരെയധികം എന്താ പറയുക കുറ്റപ്പെടുത്തലോട് കൂടിയിട്ടാണ്. അന്വേഷണത്തിലൊക്കെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും കുറ്റക്കാരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള സമീപനങ്ങളാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും ഒക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകളായി പോയി നമുക്ക് പുറത്തു വരുന്നിട്ടുള്ളത്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ പ്രതിഷേധകരമാണ്. ഏറെ വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ചൊക്രമുടി കയ്യേറ്റം അത് ഒഴിപ്പിക്കുക തന്നെ വേണം. അതിനുവേണ്ടി ശക്തമായ നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. സർക്കാർ ഇക്കാര്യത്തിൽ വെച്ചു പുലർത്തുന്ന ഒളിച്ചുകളി പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുറ്റക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ കുൽസിതമായ പരിശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുമായി ഐക്യജനാധിപത്യം വേണ്ടി മുന്നോട്ട് പോകുമെന്ന് കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര റിപ്പോർട്ടുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് വി വിനീഷ്.